ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്ന ആ ഫീലിങ്സുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ്. ആ സെപ്പറേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല. ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും സെയിം ഫീലിംഗ് ആണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രത്തോളം ഇൻറ്റൻസ് ആയിരുന്നു. നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും സ്നേഹിച്ച വ്യക്തികൾ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു കാരണം നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിൽ പോയതാണ്. അതായത് നിങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, മറ്റ് ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാത്ത പോലെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർ അടുത്ത് തന്നെ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യുമെന്നും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ആൻഡ് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങളെ ഭയന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മേ ബി അത് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഏജ് ഡിഫറൻസോ, അങ്ങനെ എന്തോ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിനെ ഈ വ്യക്തി ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിൽ അവരിപ്പോൾ സക്സസ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അതിലൊരു സക്സസ് ഉണ്ടാവുമെന്നവർ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആൻഡ് യെസ്, അവർ നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ പ്രതിബന്ധമായിട്ടുള്ളത് ഒരു ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആയിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ഈ ഒരു സമയത്ത് ഇമോഷണലി ചിന്തിക്കുന്നുണ്ട്. കാരണം അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർക്ക് ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രെസ്ഫുള്ളാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ ബ്രൈറ്റ്നെസ്സുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അവർക്ക് അത്തരം ചേഞ്ചസ് ഉണ്ടാകുമെന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് അതിനായിട്ട് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ ഒരു സമയത്ത് സ്പിരിച്വലി അവേക്കൻഡ് ആവുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് അവരുടെ ലൈഫിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യക്തി അവർ ലൈഫിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. പലർക്കും ഒരുപാട് തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, അതുപോലെ ഒന്നിച്ച് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്രയും സന്തോഷം അനുഭവിച്ചിട്ടുള്ള മൊമെൻറ്റ്സും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ 2 പേര് ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങൾക്കും തുറന്നു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടാനായിട്ട് 2 പേരും വെയിറ്റ് ചെയ്യാണ്. യെസ്, അവർക്ക് നിങ്ങളെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ വഴികളെല്ലാം തന്നെ അടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തോ തടസ്സങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മേ ബി മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുമെന്നുള്ളതാണ്. ഇൻഡ്യൂഷണലി അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അവർക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുകയാണ്, നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരണം എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, ആൻഡ് യെസ്, ഓൾറെഡി അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ ലഭിക്കാനായിട്ട് മാനിഫെസ്റ്റേഷൻ പോലും ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരു പക്ഷേ ഈ വ്യക്തിയെ തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നേടിയിട്ടുള്ള വ്യക്തികളാണ്. എസ്പെഷ്യലി ആർക്കേഞ്ചൽ മിഖായേൽ, സ്നേഹത്തിൻ്റെ തന്നെ ദൈവം എന്ന് പറയപ്പെടുന്ന ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഏഞ്ചലാണ് ആർക്കേഞ്ചൽ മിഖായേൽ. സോ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ആ ഒരു ആർക്കേഞ്ചലിനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായി പോകുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ 2 പേരും അതിൻ്റെ ഒരു പെയിൻ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജും ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും വേദന 2 പേരും അനുഭവിക്കുന്നുണ്ട്. ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. മനസ്സ് നിറയെ അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾക്ക്, അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുമുണ്ട് അത്രത്തോളം. പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു മൊമെൻറ്റിൽ പോലും ആ വ്യക്തി ചിന്തിക്കുന്നത്. കറണ്ട് സിറ്റുവേഷനും അതാണ് കാണുന്നത്. അവർ നിങ്ങളുടെ വാല്യൂ എത്രത്തോളം വലുതായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് തിരിച്ചറിയുന്നു. എത്രയും പ്രഷ്യസ് ആണെന്ന് തന്നെ റിപ്പീറ്റായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പലപ്പോഴായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അനുകൂലമായിട്ട് അവരെന്തോ സംസാരിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാവുന്നൊരു സമയമാണ്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ആൻഡ് യെസ്, അവർ നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് എന്തോ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അടുത്ത് തന്നെ ശ്രമിക്കുന്നതായിരിക്കാം. ആൻഡ് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ഉടൻ തന്നെ അറിയുന്നതായിരിക്കും. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളോടും പ്രതികരിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ മുതൽ അവർ അതിനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അവർക്ക് എതിർക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അവർ സൈലൻ്റ് ആയിട്ടിരുന്ന ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിലുണ്ടായി. ചിലപ്പോൾ നിങ്ങളെപ്പോലും അവർക്ക് അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സോ ഒരിക്കലും ഇനി അവരിങ്ങനെ സൈലൻ്റായിട്ടിരിക്കില്ല. നിങ്ങൾക്കൊരു ജസ്റ്റിസ് അവർ നൽകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും. ഓക്കെ, ആൻഡ് അതിനായിട്ടുള്ള ഇൻഡ്യൂഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വൈറ്റ് കളറിലൂടെ ബേർഡ്സിനെ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട്, അല്ലെങ്കിൽ ഫെതേഴ്സ്, അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്, ട്വിൻ ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലായിട്ട് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ് വന്ന് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സ് തരുന്ന സൂചനകളാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.